സാർ നമുക്ക് ഇവിടെ ഇപ്പോ ഒരു ഘടാഘട്ട് ബാങ്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഘടാഘട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു പിന്നെ ഡിമാൻഡ് അല്ലെങ്കിൽ വാഗ്ദാനം വെച്ചുകൊണ്ട് ഈ കോൺഗ്രസ് രംഗത്ത് വന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്. അത് യു പിയിലും അതുപോലെ ഈ തെലങ്കാനയിലും ഒക്കെ ഇത്തരത്തിൽ ഘടാഘട്ട് ബാങ്ക് വരികയും അതിൽ കൂടി എല്ലാവർക്കും പണം എത്തിക്കുമെന്നും 1,00,000 രൂപ വീതം എല്ലാ വീടുകളിലും എത്തിക്കുമെന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു രീതി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ എത്രമാത്രം പ്രയോജനകരമാണ്, അല്ലെങ്കിൽ എത്രമാത്രം നല്ലതാണ്? കാരണം ഈ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫ്രീ ആയിട്ട് പണം എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ ആരോഗ്യകരമായ പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത്തരം കാര്യങ്ങൾ ഈ ഒരു വാഗ്ദാനമായിട്ട് നമ്മുടെ കെജ്രിവാളും അത്തരത്തിൽ ചില വാഗ്ദാനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അത് കുറച്ചൊക്കെ കെജ്രിവാളിന് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനും അത് ഗുണമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ പലയിടത്തും അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നെല്ലാം പരാജയപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് പറയും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വാഗ്ദാനമായിട്ട് വരികയൊക്കെ ചെയ്തിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾക്ക് അതിനെക്കുറിച്ച് ഈ പിന്നെ എന്ത് പറയാ, നമുക്ക് ഫ്രീ ബി എന്ന് പറയുന്ന ഈ ഘടാഘട്ട് ബാങ്ക് സമ്പ്രദായത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് മടിയന്മാരെ കൂടുതൽ മടിയന്മാരാക്കുകയും അധ്വാനിക്കുന്നവരെ കൂടെ മടിയന്മാരാക്കുകയും ചെയ്യുന്ന ഒരു തത്വശാസ്ത്രമാണ് ഇത്. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത, അതായത് നല്ലപോലെ നടന്നു പോകുന്ന ഭരണകൂടങ്ങളെ തകർക്കാൻ വേണ്ടിയും രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയും അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിദ്ധാന്തമാണിത്. അതായത് പ്രതിപക്ഷത്തിനെ കൊണ്ട് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇലക്ട്രിസിറ്റി ഫ്രീ, ഹെൽത്ത് ഫ്രീ, ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ, എഡ്യൂക്കേഷൻ ഫ്രീ, എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാവുന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുക. അപ്പോൾ ഇരിക്കുന്ന ഭരണകൂടം മറിഞ്ഞു വീഴും. കാരണം അടുത്തവൻ അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം കിട്ടുമെന്ന് ഒരു വ്യാജമായിട്ടുള്ള ഒരു നറേഷൻ സൃഷ്ടിക്കുക. അപ്പൊ അത് അവർ അങ്ങനെ മറിച്ച് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ചെയ്യാവുന്നത് ഇത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ നോട്ടടിക്കും. നമ്മുടെ തോമസ് ഐസക് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ നോട്ടടിച്ചിറക്കും. നോട്ടടിച്ചിറക്കുമ്പോൾ എന്ത് ചെയ്യും? വാല്യൂ, ആ നോട്ടിന്റെ വാല്യൂ കുറഞ്ഞ് അത് മറ്റ് വിദേശ നാണ്യങ്ങളുമായിട്ടുള്ള നോട്ടുമായിട്ടുള്ള കറൻസി എക്സ്ചേഞ്ച് സാരമായിട്ട് കുറയും. നമ്മുടെ തൊട്ട അയലോകത്തുള്ള ശ്രീലങ്കയില്, നേപ്പാളില്, പാകിസ്ഥാനില്, ബംഗ്ലാദേശില്, ബർമയില്, ഇവിടെ എല്ലാം നമ്മൾ ഇത് കണ്ടതാണ്. ഈ ഫ്രീ കൊടുക്കാമെന്നുള്ള പരിപാടി. നാട്ടുകാരോട് ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു റിമോട്ടും കയ്യിലെടുത്ത് ടിവിയുടെ മുമ്പിലിരിക്കുക, ഭക്ഷണം മുമ്പിലെത്തും, മരുന്ന് മുമ്പിലെത്തും, TV കണക്ഷന് കാശ് കൊടുക്കണ്ട, ഫോണിന് കാശ് കൊടുക്കണ്ട, ഇലക്ട്രിസിറ്റിക്ക് കാശ് കൊടുക്കണ്ട. എത്ര നാൾ പോകാൻ പറ്റും? മാക്സിമം ഒരു 2-3 മാസം, ഇനി അല്ലെങ്കിൽ 1 വർഷം. ഇതാണ് ഇതിന്റെ മാക്സിമം ആയിട്ടുള്ള ഒരു കാലഗതി. അപ്പൊ ഇതിന്റെ ഒരു കാര്യം, ഇങ്ങനെയുള്ള തിയറികൾ ഇറക്കി വിടുന്ന അമേരിക്കയിൽ ഈ പരിപാടി ഉണ്ടോ? ഇല്ല. ബ്രിട്ടനിലുണ്ടോ? ഇല്ല. ജർമ്മനിയിലുണ്ടോ? ഇല്ല. ജപ്പാനിലുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും അറബ് നാട്ടിലുണ്ടോ? ഒരിടത്തുമില്ല. പക്ഷേ ഈ വക സിദ്ധാന്തങ്ങള് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും അനാർക്കി ഉണ്ടാക്കാനും ആ രാജ്യങ്ങളിലെ കറൻസി ഇടിച്ചതിന് ശേഷം അവിടുത്തെ ധാതുക്കളും അല്ലെ അവിടുത്തെ പ്രൊഡക്റ്റുകളും ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൈവശപ്പെടുത്താനുമുള്ള ഗ്ലോബൽ ഇലൂമിനാറ്റിയുടെ ഒരു അജണ്ട എന്നതേ ഉള്ളൂ ഇത്. അതൊരു സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഭരണത്തെ അട്ടിമറിക്കാൻ സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് ഇത് ആദ്യം യൂസ് ചെയ്ത്. ഇപ്പം LDF വരും, എല്ലാം ശരിയാകും, എല്ലാം ഫ്രീ ആകും എന്നും പറഞ്ഞ് LDF ഇവിടെ ഭരണം പിടിച്ചെടുത്തു, സ്റ്റാലിൻ ഭരണം പിടിച്ചെടുത്തു, കോൺഗ്രസ് സിദ്ധരാമയ്യ തെലങ്കാനയിലെടുത്തു. കിറ്റ് കൊടുത്താണ് ഭരണം പിടിച്ചെടുത്തത്. കിറ്റ് കൊടുത്ത് നമ്മൾ നമ്മൾ വലിയ പ്രബുദ്ധ കേരളം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും വളരെ പ്രമുഖന്മാരാണ് നമ്മൾ കേരളീയർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കിറ്റിൽ അടിമപ്പെട്ടു പോയി. അല്ല, അതിന്റെ പച്ച മലയാളം കിറ്റൂമ്പി എന്നാണ്. കിറ്റൂമ്പികളായി പോയി വോട്ടർമാർ. ആ കിറ്റ് കൊടുത്താൽ എങ്ങോട്ട് വേണേ വോട്ട് മറിയും എന്നുള്ള അവസ്ഥയില് ആണ് അത്. അതായത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, തമിഴ്നാട്ടിലൊക്കെ 2 രൂപ കൊടുത്താൽ വോട്ട് മറിയും, അല്ലെങ്കിൽ അവിടെ പോലീസിന് കൈക്കൂലി കൊടുക്കുന്നത് 2 രൂപയാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം തമിഴ്നാട്ടില് വോട്ടർമാർക്ക് ഒരു വീട്ടിൽ കൊടുക്കുന്നത് 2000 രൂപയും അതിന്റെ തളികയും അതിന്റെ സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ മലയാളിയെക്കാട്ടിലും വില ഇപ്പൊ തമിഴന്റെ വോട്ടിനും വന്നു. അതിപ്പോ അവിടെ ആരോപണമായിട്ട് അവിടെ അത് പല രീതിയിൽ അത് വന്നിട്ടുണ്ട്, ഇങ്ങനെ പൈസ ചെലവാക്കിയത്. ഒരു അസംബ്ലി ഇലക്ഷനിൽ ഇപ്പൊ നടന്ന ഒരു ബൈ ഇലക്ഷനിൽ ഏകദേശം 250 കോടി രൂപയാണ് അവിടെ ചെലവാക്കപ്പെട്ടത്. അപ്പൊ വെറും 2 ലക്ഷം വോട്ടർമാരുള്ള ഒരിടത്ത് ചെലവാക്കപ്പെട്ട എമൗണ്ട് ആണ് 250 കോടി. അപ്പൊ ആ ഒരു ലെവലില് അവിടെ കാര്യങ്ങൾക്ക് മാറ്റം വന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഈ TV കൊടുക്കുന്നുണ്ട്, സാരി കൊടുക്കുന്നുണ്ട്,
അതുപോലുള്ള മറ്റു സാധനങ്ങൾ കൊടുത്തിരുന്നു. ഈ ജയലളിതയുടെ കാലഘട്ടത്തിൽ അമ്മ സാരി, അമ്മ എന്ന പേരിൽ സാരിയും, അമ്മ വരുന്ന പ്രഷർ കുക്കർ ടിവിയും, പ്രഷർ കുക്കർ ആ പ്രഷർ പ്രഷർ കുക്കർ, അമ്മ കുക്കർ എന്ന കൊടുത്തിരുന്നു. പ്രഷർ കുക്കർ, ഇതെല്ലാം സൈക്കിള് കൊടുത്തിരുന്നു. അപ്പൊ അത് സൈക്കിളുണ്ട്, സൈക്കിൾ എല്ലാം ഉണ്ട്. സൈക്കിൾ ആ കൊടുത്തിരുന്നു. സൈക്കിള് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവരിങ്ങനെ കൊടുത്ത് ഒരു വല്ലാത്ത ഒരു ഒരു രീതി അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ അത് ഇപ്പൊ പണമായിട്ട് മാറുകയാണ്. ഇപ്പൊ 2000 രൂപയും കൊടുക്കണം, വേണമെങ്കിൽ അത്യാവശ്യം മറ്റു ചില സാധനങ്ങളും കൂടെ കൊടുക്കണം. ആ അവസ്ഥ വന്നിരിക്കുന്നു അല്ലേ? കൊടുക്കണം. ബിരിയാണി ക്വാർട്ടർ ഒരു തളിക സെറ്റ് ആയിട്ടാണ് പോകുന്നത്. ബിരിയാണി ക്വാർട്ടർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ ഇത് എന്തെന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ സംഭവിച്ചത് ഒരു കാരണവശാലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഫൈനാൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഇന്ത്യയുടെ മുഴുവൻ അസറ്റുകൾ വിറ്റാൽ പോലും കിട്ടാത്ത രീതിയിലുള്ള ഓഫറുകളാണ്. പെണ്ണുങ്ങൾക്കെല്ലാം 1 ലക്ഷം രൂപ, യുവാക്കൾക്കെല്ലാം 1 ലക്ഷം രൂപ, അങ്ങനെ വർഷം തോറും അത് കൊടുക്കുന്നു. അതുപോലെ എല്ലാ രീതിയിലും അട്ടിമറിച്ചുകൊണ്ട്, അതായത് ഗവൺമെന്റിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു വാഗ്ദാനം, എങ്ങനെ നടപ്പിലാക്കും, എവിടുന്ന് ഫണ്ട് കണ്ടെത്തുമെന്ന് ഇതിനൊന്നും ഉത്തരവില്ല. ഗവൺമെന്റിന്റെ വരുമാനവും ചെലവുമായിട്ട് ഇതില്ല. അപ്പോ അവിടെയാണ് ഇത് ഉത്തരവാദിത്വമില്ലാത്ത പ്രതിപക്ഷം ജനങ്ങളെ ഇളക്കി വിടാനും ഗവൺമെന്റിനെ അട്ടിമറിക്കാനും ഇങ്ങനെ ഒരു നെഗറ്റീവ് ടാക്സീസ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ വ്യാപകമായത്. അപ്പൊ അതിൽ നിർഭാഗ്യവശാൽ നമ്മുടെ ആൾക്കാർ വീഴുകയും ചെയ്തു. ഇതിനൊരു ചരിത്രമുണ്ട്. ഈ ചരിത്രം എന്താന്ന് ചോദിച്ചാല്, മഹാത്മാഗാന്ധി ആഫ്രിക്കന്ന് 1912 ഇന്ത്യയെ തിരിച്ചെത്തി കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പ്രോമിസ് കൊടുത്തു എല്ലാവർക്കും, ബ്രിട്ടീഷുകാരെ ഓടിക്കുക, വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രമാണ് വരാൻ പോകുന്നത്. കോൺഗ്രസിന്റെ വാഗ്ദാനമായിരുന്നു ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് വരാൻ പോകുന്നു, ബ്രിട്ടീഷുകാരെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടി സമരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഗാന്ധി, ഖിലാഫത്ത്, ലീഗ്, ജിഹാദി അവരെ എല്ലാം കൂട്ടി പാരലായിട്ട് വേറൊരു ഹിന്ദു കൂട്ടക്കൊലകളും എല്ലാം അരങ്ങേറി. 1936 ആയപ്പം പറയുന്നു ക്ഷേമരാഷ്ട്രം ഒന്നുമില്ല, വേണ്ടത് ജിഹാദി രാഷ്ട്രമാണ്, പാകിസ്ഥാനും ബംഗ്ലാദേശും അവരുടെ രാജ്യം വേണം. അതിന്റെ ഇടയ്ക്ക് അഫ്ഗാനിസ്ഥാൻ ഒരു രാജ്യം കൊണ്ടുപോയി, അതിന്റെ ഇടയ്ക്ക് അത് വിഭജിച്ചു. അപ്പൊ അവർക്ക് 47 ജിഹാദി രാഷ്ട്രം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവിടുത്തെ രാജ്യം, ഈ ബാക്കിയുള്ള ഹിന്ദുസ്ഥാന്, അത് മുഗളനായിട്ടുള്ള നെഹ്റുവിനെയും കോൺഗ്രസിനെ ഏൽപ്പിച്ചു. ബലത്തിൽ ക്ഷേമരാഷ്ട്രത്തിന് പകരം 3 ജിഹാദി രാഷ്ട്രമാണ് നിലവിൽ വന്നത്. അപ്പൊ ഇപ്പം 3-4 അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി വന്നു കഴിഞ്ഞപ്പം ഇന്ദിരാഗാന്ധി ഭരണം പോകുന്നതായപ്പോ ഇന്ദിരാഗാന്ധി ഒരു മുദ്രാവാക്യം ഇറക്കി, ഗരീബി കടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇപ്പോഴും കടാവോ, ഒരു കടാവോയും ഉണ്ടായില്ല. ഇന്ദിരാഗാന്ധി കടാവോ ആയി അവര് പോയി. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി വന്നിട്ടും രാജീവ് ഗാന്ധി കടാവോ ആയി പോയി. അത് കഴിഞ്ഞ് സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് കൂടെ ഭരിച്ചു, ഒന്നും സംഭവിച്ചില്ല. ഇപ്പം ഇതേ പറയുന്നു, പപ്പു പറയുന്നു ഘടാഘട്ട്, ഇതൊന്നും വേണ്ട, ഘടാഘട്ട് ബാങ്ക് എന്നും പറഞ്ഞ ഒരു സംഭവം വരാൻ പോവുകയാണ്. ഘടാഘട്ട് എന്ന് പറയുന്നു, പൈസ വരുന്നു, ഇതാണ് സംഭവം. അതുകൊണ്ട് ഈ ഘടാഘട്ട് ബാങ്കുകൾ നമ്മൾ എല്ലാം ആർക്കും ഒന്നും ചെയ്യേണ്ട, ജനങ്ങൾ ഒരു പണി എടുക്കണ്ട. അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാല്, കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് കോൺഗ്രസും ഇന്ത്യ അലയൻസിലെ പാർട്ട്നേഴ്സും ഇത് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത്, ഇവിടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറയും. കാശ് കിട്ടും, ചുമ്മാ കിട്ടും എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആരും പണിക്ക് പോകത്തില്ല. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറയും, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറയും, കൂലി കൂടും, അതുപോലെ തന്നെ ക്വാളിറ്റി കുറയും, സപ്ലൈ ചെയിൻ കട്ടാവും. അങ്ങനെ രാജ്യം ടോട്ടൽ അനാർക്കിയിലേക്ക് പോകും. നമ്മൾ ശ്രീലങ്കയിൽ കണ്ടതാണ്. ഭക്ഷണത്തിന് വേണ്ടിയും ഇതിനു വേണ്ടിയൊക്കെ ആൾക്കാർ പിടികൂടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ, കലാപം ഉണ്ടാകുന്ന അവസ്ഥ. പാകിസ്ഥാനിലെ, നേപ്പാളിലെ, ബംഗ്ലാദേശ്, ശ്രീലങ്ക മാത്രമല്ല സാർ, ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഉണ്ടായിരുന്നു, വെനീസുല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം. അവിടെ യൂഗോസ്ലാവോ എന്ന് പറയുന്ന ഭരണാധികാരി വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടപ്പിലാക്കിയ ഈ ഒരു സംഹിതയാണ്. ഇതുപോലെ പണം കൊടുക്കാൻ അവർക്ക് ആവശ്യം പോലെ ഈ ഇന്ധനത്തിന്റെ കാശ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവര് ജനങ്ങൾക്ക് ധാരാളം പണം ഇങ്ങനെ അവരുടെ ബാങ്കുകളിൽ എത്തിച്ചു കൊടുത്തു. ഇവരെല്ലാം സാർപ്പ പറഞ്ഞതുപോലെ അവരെല്ലാം മടിയന്മാരായി, അവരുടെ കാർഷിക മേഖല തകർന്നു, അവരുടെ ഇൻഡസ്ട്രികളെല്ലാം തകർന്നു. അവിടെ നിന്ന് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. കാരണം പിന്നെ യുഗോസ്ലാവോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ എല്ലാവരെയും കയ്യിൽ നിർത്താനോ അടിച്ചമർത്താനോ വേണ്ടി അവരുടെ കയ്യിൽ കാശ് കൊടുത്തു. അവസാനം ആ രാഷ്ട്രം തകർന്നു തരിപ്പണമായി ഒരു അനുഭവം നമുക്കുണ്ട് നമ്മുടെ മുന്നില്. അത് ഇതിന്റെ ഒരു കാര്യം, ഈ നമ്മളുടെ കാർഷിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഹെൽത്ത് സെക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൊക്കെ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് അത് പടുത്തുയർത്തപ്പെട്ടിരുന്നത്. അല്ലാണ്ട് ഒരു കോഴി കൂവുമ്പോൾ നേരം വിളിക്കുന്ന കാര്യമല്ല. അത് നൂറ്റാണ്ടുകൾ കൊണ്ട് അത് തകർത്തു കഴിഞ്ഞാൽ പിന്നെ ആ ലെവലിലോട്ട് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ എടുക്കും. അതാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. ഇപ്പൊ അഗ്രികൾച്ചറൽ ലാൻഡോ അത് അങ്ങനെ
ആ ട്യൂൺ ചെയ്തിട്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ കൃഷി നിർത്തി, പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ വിളവ് കിട്ടണമെന്നോ വിത്ത് ഉണ്ടാകണമെന്നോ ഒന്നുമില്ല. മാത്രമല്ല കൃഷി ചെയ്യാൻ അറിയാവുന്ന പോലും ഉണ്ടാകണമെന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇടയ്ക്ക് അതിനൊരു സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് ഗവൺമെന്റ് എല്ലാം ഫ്രീ കൊടുക്കുന്നു. ജനങ്ങള് AC റൂമിൽ ഇരുന്ന് TV ഒക്കെ കണ്ട് പല പല ചാനലൊക്കെ മാറ്റി കളിച്ച് അങ്ങനെ ആസ്വദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല സുഖം. അയ്യോ, നമ്മൾ ഇത്രയും നാളും അധ്വാനിച്ചത് ഭയങ്കര മണ്ടത്തരമായിപ്പോ, ഈ വെയിലൊക്കെ കൊള്ളാതെ കളറൊക്കെ പോകും, അതുകൊണ്ട് വെയിലൊക്കെ കൊള്ളാതെ വീട്ടിലിരുന്നാൽ മതി, ഗവൺമെന്റ് എല്ലാം തരുന്നു. ഉടനെ എന്ത് ചെയ്യുന്നു? വോട്ട് ചെയ്യുന്നു. കെജ്രിവാൾ നോട്ട് ചെയ്യുന്നു, പപ്പു നോട്ട് ചെയ്യുന്നു, ഇവിടെ മാൻഡ്രൈക്ക് നോട്ട് ചെയ്യുന്നു, സ്റ്റാലിൻ നോട്ട് ചെയ്യുന്നു. ഈ രീതിയിലുള്ള ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുന്നു. ഇപ്പം ഇവിടെ കർണാടകത്തിൽ പാലിന് ഇരട്ടി വിലയായി. അതിന് എന്താണ് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. സാധനങ്ങൾക്കെല്ലാം തീ പിടിച്ച വിലയായി. ബസ്സില് സ്ത്രീകൾക്ക് ഫ്രീ ആയതുകൊണ്ട് ബാക്കി ആർക്കും കയറാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ കംപ്ലീറ്റ് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന്റെ അവസ്ഥയാണ്. കേരളം പോലെയല്ല കർണാടകം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് കേരളീയർ ഇവിടെ വന്ന് പഠിക്കുകയും ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടം പോലും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം നരകമാക്കാനുള്ള പരിപാടികൾ ഇവന്മാർ ചെയ്തു വെച്ചു. തെലങ്കാനയിലൊക്കെ ഇന്നലെ സമരമാണ്. UP-യിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് നിങ്ങൾക്ക് പണം വരാനുള്ള അക്കൗണ്ട് ഉൾപ്പെടെ വാങ്ങിച്ച് പുറത്ത് പോവുകയും ഇപ്പോൾ അതിനെതിരായിട്ട് അവിടെ വലിയ സമരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ യുവാക്കളും അവിടെ സ്ത്രീകളും ഒക്കെ കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതും പ്രതിഷേധമായിട്ട് പോകുന്നതും ഒക്കെ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. അല്ല, ഇത് AD 1700 അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലോട്ട് വരുമ്പം 300 വർഷങ്ങൾക്ക് മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രൊബേഷണറി ഓഫീസർമാരെ ട്രെയിൻ ചെയ്യുമ്പം അവരെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. അത് വളരെ അബ്യൂസീവ് ആണ്. നമ്മുടെ രാജ്യത്തിനും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു വാചകമാണത്. അത് നമുക്ക് വളരെ ഡിസ്ഗ്രേസ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാനത് പറയാണ്. ഓൾ ഇന്ത്യൻസ് ആർ ഇഡിയറ്റ്സ് അണ്ടിൽ ഹി ഈസ് പ്രൂവ്ഡ് നോട്ട്. എല്ലാ ഇന്ത്യക്കാരും മണ്ടന്മാരാണ്. എല്ലാ ഇന്ത്യക്കാരും മണ്ടന്മാരാണ്. അവൻ മണ്ടനല്ല എന്ന് തെളിയിക്കുന്നിടം വരെ. അതായത് അവരുടെ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത് ഇന്ത്യക്കാരെ ഒരു മണ്ടനായിട്ടേ കാണാവുള്ളൂ. അതിനും മുകളിൽ അവനെ കാണണമെന്നുണ്ടെങ്കിൽ അവൻ സ്വയം മണ്ടനല്ല എന്ന് തെളിയിക്കണം, അവൻ ബുദ്ധിമാനാണെന്ന് തെളിയിക്കണം. അതുവരെ അവനെ മണ്ടനായിട്ടേ കാണാവുള്ളൂ. അവനെ റെസ്പെക്ട് ചെയ്യരുത്. അത് പ്യുവർലി അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ലോജിക്കും സ്റ്റേറ്റ്മെന്റും ആണ്. പക്ഷേ ആ 300 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് ശരിയാണെന്ന് ഇവിടുത്തെ കോൺഗ്രസും ഇന്ത്യ അലയൻസും അവർക്ക് വോട്ട് ചെയ്ത ഇന്ത്യൻ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്ത വോട്ടർമാരും കൃത്യമായിട്ട് തെളിയിച്ചു. അവരെ പറ്റിയുള്ള ജഡ്ജ്മെന്റ്, പ്രിജഡീസ്ഡ് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാരന്റെ ജഡ്ജ്മെന്റ് ശരിയാണെന്ന് കോൺഗ്രസിനും ഇന്ത്യ അലയൻസിനും വോട്ട് ചെയ്ത വോട്ടർമാര് നല്ല ഭംഗിയായിട്ട് തെളിയിച്ചു. അതായത് എന്തെങ്കിലും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ, അതായത് ഒരു കള്ളൻ വന്ന് നിങ്ങളുടെ വീടിന്റെ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ബാങ്ക് ലോക്കറിന്റെ ചാവി എടുത്ത് കൊടുക്കുകയോ യൂസർ നെയിമോ പാസ്വേഡോ കൊടുക്കുകയോ ചെയ്താലെന്ന് ചോദിച്ചാൽ ഒരു മകനോ മകളോ അത് എടുത്തു കൊടുത്താൽ അവനാണ് അനന്തരാവകാശി. അപ്പം അനന്തരാവകാശിക്ക് അപ്പന്റെ അമ്മയുടെയും കാലശേഷം ഇത് കിട്ടും. പക്ഷെ ഒരു കള്ളൻ എടുത്തു കൊടുത്താൽ അവൻ മൊത്തം കൊണ്ടുപോകും. അപ്പനും അമ്മയുടെയും സ്വത്തല്ല അവന്റെ സ്വത്താ നഷ്ടപ്പെടുന്നതെന്നുള്ള ബോധം ഇല്ലാത്ത രീതിയിൽ പെരുമാറിയ മക്കളെ പോലെയാണ് ഈ പറഞ്ഞ വോട്ടർമാർ ബിഹേവ് ചെയ്തത്. ഈ ഇന്ത്യയുടെ സ്വത്ത് എന്ന് പറയുന്നത് എല്ലാം ഇന്ത്യക്കാരുടെയാണ്. അത് ഞാൻ എടുത്ത് കടാകത്ത് ബാങ്കിൽ കൂടെ നിനക്ക് വിതരണം ചെയ്യാം, ഇറസ്പോൺസിബിൾ ആയിട്ട് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ ഈ മുഗളൻ കോൺഗ്രസ് വ്യാജ വാഗ്ദാനത്തിനെ വിശ്വസിച്ചാണ് ഈ പറഞ്ഞ 230 സീറ്റ് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. ഇതിന്റെ ഒരു കാര്യം, ജനാധിപത്യം അവിടെ നിൽക്കട്ടെ, ജനങ്ങൾ ഇതുപോലത്തെ വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അനേകം ഫോറിൻ രാജ്യങ്ങൾ ഈ കെണി വീണ് ചക്രശ്വാസം വലിക്കുന്നതും ആ രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നതും ദുരിതം അനുഭവിക്കുന്നതും, അതായത് ഇനി ഇപ്പൊ ശ്രീലങ്കയോ അല്ലെങ്കിൽ ബർമയോ ബംഗ്ലാദേശോ പാകിസ്ഥാനോ നേപ്പാളോ ഈ വെനസ്വേലയോ ഒക്കെ അടുത്ത 100 വർഷത്തിൽ പോലും ഇനി പഴയ സ്ഥിതിയിലേക്ക് വരില്ല. അതാണ് അതിന്റെ അവസ്ഥ. കാരണം അവർക്ക് ഒരു രംഗത്തെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാ സിസ്റ്റവും കൊളാപ്സ് ആകുകയാണ്. അതായത് നമ്മൾ മെഡിക്കലി പറയും മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ കൈമലത്തി കാണിക്കത്തേ ഉള്ളൂ. ഒരു മരുന്നും വലിക്കുന്നില്ല, ഒരു ഓർഗനും വർക്ക് ചെയ്യുന്നില്ല. ഇത് എന്താണ് എന്റെ ഒരു ഉപകരണം ഉണ്ടല്ലോ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന വെന്റിലേറ്റർ ഓഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്റർ ഓഫ് ആക്കി കഴിഞ്ഞാൽ ആള് പോയി. ആ വെന്റിലേറ്റർ സ്റ്റേജിലേക്കാണ് രാജ്യത്തെ കൊണ്ടുവിടുന്നത്. അപ്പൊ ഇനി ഞാനിത് ഇത്രയും പറയാൻ കാരണം, സപ്പോസ് കോൺഗ്രസോ പപ്പുവോ അധികാരത്തിൽ എത്തിയിരുന്നെങ്കിൽ ഇന്ത്യ ഇപ്പൊ വെന്റിലേറ്ററിലായേനെ. ഇതുപോലെ മുഴുവൻ അതായത് ഇതിനെതിരെ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ചുമതലയുണ്ട്.
അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ട്, മീഡിയയ്ക്കുണ്ട്, നാട്ടുകാർക്കുണ്ട്. വ്യാജ വാഗ്ദാനവുമായിട്ട് വരുന്നവനെ എതിർക്കണം. പക്ഷേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ ഭരിക്കുന്ന BJPയും NDAയും ഇതേ ട്രാപ്പിൽ വീണോ. താങ്കളോട് ചോദിക്കാൻ പോയത് അത് തന്നെയാണ്. അതായത് ഇത്രയൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഭരിക്കുന്ന ഗവൺമെന്റ്, പ്രത്യേകിച്ച് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നെ തടയിടാനും അതിനെ നിയന്ത്രിക്കാനും ഒക്കെ കഴിയുമായിരുന്നു. കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നതാണ്. അപ്പോഴും ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ വാഗ്ദാനങ്ങളൊക്കെ വെച്ചിട്ട് ഭരണത്തിൽ വരികയും ചെയ്യുന്നു. ഇതിനെ കൃത്യമായിട്ടും ഒരു ഗവൺമെന്റിന് ഒരു ശക്തമായ ഒരു ഗവൺമെന്റ് ചെയ്യാമായിരുന്നു. അവർക്ക് അതിനുള്ള ഒരു ആത്മവിശ്വാസം കുറവ് അവിടെ കാണുന്നുണ്ട് BJP ഗവൺമെന്റ്. ഇത്രയും ഈ അമിത്ഷാ വളരെ ഉരുക്കു മനുഷ്യനാണെന്ന്, അല്ലെങ്കിൽ വലിയ ശക്തനായ തീരുമാനം എടുക്കുന്ന ആളാണ് അമിത്ഷാ എന്നും മോദി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നു. മാത്രമല്ല, ഇന്നലെ ഞാനൊരു പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട്, നാരി ശക്തിയുടെ ഭാഗമായിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇതുപോലെ അവരുടെ കുടുംബം ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട്, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ കുടുംബ ശാക്തീകരണമാണ്, അതിനു വേണ്ടിയിട്ട് അക്കൗണ്ടിലേക്ക് പണം കൊടുക്കാനുള്ള ചില ആലോചനകൾ നടക്കുന്നു. അതിന്റെ പദ്ധതികൾ രൂപം കൊടുക്കാൻ പോകുന്നു. ഒന്നും ആയിട്ടില്ല, വ്യക്തമായിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല, കൺഫർമേഷനും വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അതൊന്ന്. രണ്ട്, ഇപ്പൊ തന്നെ പിന്നെ കർഷകർക്ക് 2000 രൂപ മാസം തോറും ബാങ്കുകളിൽ എത്തിക്കുന്നു. അത് ഇനി കൂട്ടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഖട്ടാഖട്ട് ബാങ്കിന്റെ ഒരു ചെറിയ പതിപ്പാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ? അങ്ങനെ പോകാൻ കഴിയുമോ ഒരു BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്? അല്ല, അതില് രണ്ട് കാര്യമുണ്ട്. കർഷകർക്കുള്ള സബ്സിഡി നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് ഇയാള് 1992 മൻമോഹൻ സിംഗും PV നരസിംഹറാവുവും കൂടെ നിർത്തുകയാണ് ചെയ്തത്. കർഷക സബ്സിഡി പേരിനെങ്കിലും ഉണ്ടായിരുന്നു. കർഷകർക്ക് കിട്ടത്തില്ല, ഉദ്യോഗസ്ഥനാണ് അന്ന് തിന്നുകൊണ്ടിരുന്നത്. കർഷകരുടെ പേരിൽ ഈ പൈസ ഊറ്റുന്നുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ. മൻമോഹൻ സിംഗും ഇയാളും കൂടെ, PV നരസിംഹറാവും കൂടെ സബ്സിഡി എല്ലാം നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് BJP 2019 കർഷകർക്ക് എന്തെങ്കിലും കൊടുക്കുക. കാരണം വിത്തും വളമൊക്കെ വാങ്ങിക്കാനുണ്ട്. അവർക്കൊരു സ്റ്റാർട്ടിങ്, അതായത് ഒരു പഞ്ചറായ വണ്ടി അല്ലെങ്കിൽ കേടായ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ ഒരു സ്റ്റാർട്ടർ ഡോസ് എന്നുള്ള രീതിയിൽ കൊടുത്തിരുന്നുള്ളൂ. അത് വലിയ കുഴപ്പമില്ലാണ്ട് പോവുകയും ചെയ്തു. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ അകത്തൊന്നുമില്ല, ബാങ്കിൽ ഡയറക്റ്റ് അക്കൗണ്ടിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിൽ കള്ളത്തരം കാണിച്ചവരെ എല്ലാം മാറ്റുകയും ചെയ്ത് അത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പൊക്കോണ്ടിരുന്നു. പക്ഷേ സ്ത്രീകൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കാരണവും ഇല്ലാണ്ട് പൈസ കൊടുക്കുക. രണ്ട് കാരണമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് പർപ്പസിന് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ, കാർഷിക ഉൽപാദനമോ ഒരു ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് അത് റിപ്രൊഡക്റ്റീവ് ആണ്. പക്ഷെ ഒരു കാരണവും ഇല്ലാതെ നിങ്ങൾ പുട്ടടിക്കാനോ ആർഭാടം കാണിക്കാനോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണ്. ഇത് രണ്ടും രണ്ടാണ് കാര്യം. അതുകൊണ്ട് കർഷകർക്ക് കൊടുക്കുന്നതിന് ആനുകൂല്യങ്ങൾ വിത്തോ വളവോ ആയിട്ടോ അല്ലെ അതിനു വേണ്ടിയോ കൊടുക്കുന്നതിന്, കൃഷിക്ക് വേണ്ടി കൊടുക്കുന്നതിന് ഒരു പരിധി വരെയെങ്കിലും ന്യായീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം കർഷകരാണ് രാജ്യത്തെ താങ്ങി നിർത്തുന്നത്. സോ അതൊരു വശത്ത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യ അലയൻസിന്റെയും കോൺഗ്രസിന്റെയും പപ്പുവിന്റെയും ഈ ഭീഷണിക്ക് മുമ്പിൽ ഗവൺമെന്റ് വഴങ്ങിക്കൊടുത്താൽ സംഭവിക്കുന്ന ദുരന്തം എന്തായിരിക്കും, അതിന്റെ ആഘാതം എന്തായിരിക്കും എന്ന് ഗവൺമെന്റ് നോക്കണം. യഥാർത്ഥത്തിൽ BJP ചെയ്യേണ്ടിയിരുന്നത് 2019-24 തന്നെ സോഷ്യലിസം വ്യാജമായിട്ട് നുഴഞ്ഞു കയറിയ മൈമുന ബീഗം കൊണ്ടുവന്ന സോഷ്യലിസം എടുത്തു കളയുകയും ഇതുപോലത്തെ ഈ ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും ഗവൺമെന്റും ചേർന്ന് ഈ ഫ്രീ വാഗ്ദാനങ്ങൾ നടത്തുന്നവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജയിലിൽ അടയ്ക്കാനുള്ള നടപടിയും കൊണ്ടുവന്ന് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാലിക്കുകയും ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. അതാണ് ഇത്രയും ഓപ്പൺ ആയിട്ട് ഇതുപോലത്തെ വ്യാജ വാഗ്ദാനങ്ങൾ കൊടുക്കാം. ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയെ തകർക്കാൻ കണ്ടുപിടിക്കുന്ന, ഗ്ലോബൽ ഇലൂമിനാറ്റി കണ്ടുപിടിക്കുന്ന തന്ത്രങ്ങളൊക്കെ ഇവിടെ എടുത്ത് വീശാം എന്നൊരു ധൈര്യം കിട്ടിയതും, അല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ഇതല്ല കാര്യം, ഇങ്ങനെ ഫ്രീ തന്നു കഴിഞ്ഞാൽ രാജ്യം തകരും, ഇപ്പോൾ ഉള്ള സെക്യൂരിറ്റി പോകും നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾ ഇതിനെതിരെ നിൽക്കണമെന്ന് തിരിച്ച് പ്രചരണം നടത്താനുള്ള പൊളിറ്റിക്കൽ വില്ല് വേണമായിരുന്നു, അതിനുള്ള സംഘടനാ സംവിധാനം വേണമായിരുന്നു. അതൊന്നുമില്ല. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് പപ്പു കാണിച്ച മണ്ടത്തരം കേന്ദ്ര ഗവൺമെന്റ് കാണിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം ജനങ്ങൾ യുപിയിലെ കോൺഗ്രസിന്റെ വിജയം, അവിടുത്തെ NDAയുടെ പരാജയം, അത് അങ്ങോട്ടേക്ക് BJP NDA സഖ്യത്തിനെ അങ്ങോട്ടേക്ക് എത്തിക്കുമോ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ ഇച്ഛാശക്തി, താങ്കൾ പറഞ്ഞതുപോലുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി NDAയും BJPയും പുലർത്തിയില്ലെങ്കിൽ വളരെ ഗുരുതരമായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ എന്നല്ലേ നമ്മൾ കാണേണ്ടത്? തീർച്ചയായിട്ടും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവുണ്ട്. ഇപ്പം CAA NRC കൊണ്ടൊന്നും ബംഗ്ലാദേശികളെ പുറത്താക്കാൻ പറ്റിയില്ല, NRC കൊണ്ടൊന്നും പുറത്താക്കാൻ പറ്റിയില്ല, UCC യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പറ്റിയില്ല.
പറഞ്ഞ കാര്യങ്ങളൊന്നും POKയും പാകിസ്ഥാനും പിടിച്ചടക്കുമെന്ന് പറഞ്ഞ് നടന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അതൊരു സത്യമാണ്. അതിന് കാരണങ്ങൾ എന്താണെങ്കിലും ഇപ്പൊ കോവിഡ് വന്നു, 2-3 വർഷം പോയി എന്നുള്ളത് നിന്നാൽ പോലും ചെയ്യാവുന്ന പല കാര്യങ്ങളും 3-2 ഭൂരിപക്ഷം ഉണ്ടായിട്ടും രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ദുരന്തങ്ങൾ ഈ പ്രതിപക്ഷം അത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് ജനങ്ങളുടെ അടുത്ത് വന്ന് ജനങ്ങളെ ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ വന്ന് ഇങ്ങനെ ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ മറിയത്തില്ല. പക്ഷെ സാധാരണക്കാരൻ മറിഞ്ഞു പോകും. നേരത്തെ ബ്രിട്ടീഷുകാരൻ അവനെ ഡിഫൈൻ ചെയ്ത ലെവലിലുള്ള ഇന്ത്യൻ വോട്ടർമാരാണ് ഇന്ത്യയിൽ കൂടുതൽ. ബ്രിട്ടീഷുകാരന്റെ ആ പഴയ 1700-ലെ ഡെഫിനിഷന് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന വോട്ടർമാരാണ് കൂടുതൽ. അപ്പൊ അവരുടെ അടുത്ത് വന്ന് നിങ്ങൾ എന്തിനാ കുറെ നാളായിട്ട് ഈ ഗവൺമെന്റ് നോട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഇല്ല. ഉടനെ ഞങ്ങൾ 1 ലക്ഷം രൂപ തരാം. അതേപോലെ ഒരാൾക്ക് ഒരു വോട്ടിന് 1000 രൂപ തരാവുന്നോ 2000 രൂപ തരാവുന്നോ അല്ല പറയുന്നത്. 1 ലക്ഷം രൂപ എല്ലാ വർഷവും തരാം. അതിന്റെ ആപ്ലിക്കേഷനും ഫില്ല് ചെയ്ത് ഫോമും ഫില്ല് ചെയ്ത് 1-ാം തീയതി അക്കൗണ്ടിൽ പോയി നോക്കിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന പോലെ പ്രോമിസറി നോട്ടാണത്. ഓൾമോസ്റ്റ് ലൈക്ക് പ്രോമിസറി നോട്ട് ഓർ ചെക്ക്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു. ഇത് നമ്മൾ ഇവിടെ ഇരുന്ന് പത്രം വായിക്കുമ്പോൾ ശ്രീലങ്കയിൽ ഗവൺമെന്റ് വലിയ വാഗ്ദാനം കൊടുത്തു, ഭരണത്തിൽ അവിടെ ഭരണം മാറി വേറൊരുത്തം വന്നു, പാകിസ്ഥാന് വേറൊരുത്തന് അതിലും വലിയ വാഗ്ദാനം കൊടുത്തു വന്നു. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് രസമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരുത്തം വന്ന് ഖജനാവിലെ പൈസ എടുത്തു കൊടുത്ത് ഒരു സെൻസും ഇല്ലാതെ നോട്ടടിച്ചിറക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റം തകരാറിലാവും, നമ്മളുടെ ഇറക്കുമതി കയറ്റുമതി എല്ലാം സ്തംഭിക്കും, പഞ്ഞവും പട്ടിണിയാവും. അവിടെയൊക്കെ 2 കോടി 3 കോടി ജനങ്ങളെ ഉള്ളൂ. ഇവിടെ 150 കോടി ജനങ്ങളാണ്. ഭീകരമായ അവസ്ഥയിലോട്ടായിരിക്കും. ഇത് ന്യൂക്ലിയർ വാറായിട്ടുള്ള രാജ്യമാണ്. ഭീകരമായ അവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ എത്ര വലിയൊരു അട്ടിമറി, എത്ര വലിയൊരു രാജ്യദ്രോഹമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം പ്ലാൻ ചെയ്ത് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റാതെ ഭരണപക്ഷം ചോക്ക് ചെയ്യുകയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്യാതെ, ഇതിനെ ഗ്രൗണ്ട് ലെവലിൽ, അതായത് മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല. ഇത് വ്യാജ വാഗ്ദാനമാണ്, ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത്. ജനങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് അവർക്ക് കൂടുതൽ വരുമാനം, ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണം, കർഷകനും വരുമാനം ഉണ്ടാകണം, തൊഴിലാളിക്കും വരുമാനം ഉണ്ടാകണം. അതിനുള്ള നടപടികൾ എന്ന് പറയുന്ന ഒരു നടപടിയേ ഉള്ളൂ, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക, സെയിൽസ് വർദ്ധിപ്പിക്കുക. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള നവീനമായിട്ടുള്ള ഇതിലേക്ക് വരുന്നതിന് പകരം ഖജനാവിലെ കാശെടുത്ത് വീശിക്കഴിഞ്ഞാൽ ഇത് വരുമെന്നുള്ള, അതായത് ജനങ്ങളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടിക്കഴിഞ്ഞാൽ വരുമാനം വരും എന്നൊക്കെയുള്ള വികലമായ തിയറികൾ, അതായത് ഈ നമ്മുടെ കയറുപരി ശാസ്ത്രജ്ഞൻ പറയുന്ന കൂട്ടി ശുദ്ധ വട്ട് ഏകാലം പത്തനംതിട്ടയിലെ ജനങ്ങളെ അക്കാര്യത്തിൽ സമ്മതിച്ചിരിക്കുന്നു. അവർ ആ ഗണി വീണില്ല. കയറുപരിയുടെ ഒരു തന്ത്രത്തിലും അവര് വീണില്ല. അതുകൊണ്ട് ഈ കയറുപരി പറയുന്ന കൂട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും ഈ പറയുന്ന നമ്മൾ പറയാ ഫ്രീ ബി എന്ന് പറയുന്ന ഈ സമ്പ്രദായം വളരെ ഗുരുതരമാണ്. ഒരു രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. അത് ലോകരാജ്യങ്ങൾ തന്ത്രപൂർവം ഇന്ത്യ സഖ്യത്തിന് ഇട്ടുകൊടുത്ത ഒരു തന്ത്രമാണ്. അത് തിരിച്ചറിയാൻ ഭരണ കക്ഷിക്ക് NDAയ്ക്കും BJPക്കും കഴിയണം. എന്നാൽ മാത്രമേ ഒരു സ്ട്രോങ് രാജ്യം, ഒരു സ്ട്രോങ് ജനതയെ കെട്ടിപ്പടുക്കാൻ കഴിയൂ. അവർക്ക് സൗജന്യങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു പരമപ്രദമായ യാഥാർത്ഥ്യമാണ് താങ്കൾ പറഞ്ഞത്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. കാരണം ഈ ഫ്രീ ബി കണ്ട് വോട്ട് ചെയ്യുന്ന മലയാളത്തിൽ പറയുന്ന ഒരു വാക്കെന്ന് പറയുന്നത് എച്ച് എന്നാണ്. അതായത് ഇപ്പൊ ഇരിക്കുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടും, എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടും എന്ന് വിചാരിച്ച എച്ചുകളുടെ വോട്ട് വാങ്ങിച്ച പ്രതിപക്ഷമാണ് ഇപ്പൊ പാർലമെന്റിൽ ഇരിക്കുന്നത്. അതിന്റെ ക്വാളിറ്റി ഇപ്പൊ ഒരാഴ്ച കൊണ്ട് കാണാൻ വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഇലനക്കിപ്പട്ടിയുടെ ഗിർനക്കിപ്പട്ടി എന്ന്. അതുപോലെ അതായത് ഫ്രീ ആയിട്ട് നാട്ടുകാരെ, അതായത് ജെനുവിൻ ആയിട്ടുള്ള സിറ്റിസൺസിനെ വ്യാജ വാഗ്ദാനം കൊടുത്ത് ബെഗറാക്കി ആ ബെഗറിന്റെ വോട്ട് വാങ്ങിക്കുന്ന അൾട്ടിമേറ്റ് ബെഗറായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷം മാറിയിരിക്കുകയാണ്. ഇലനക്കിപ്പട്ടിയുടെ ഗിർനക്കിപ്പട്ടി ആയിട്ടാണ് മാറിയിരിക്കുന്നത്. പോസിറ്റീവ് വോട്ട്, അതായത് അഭിമാനികളുടെ വോട്ട് ഒന്നുപോലും പ്രതിപക്ഷത്തിന്റെ ഇല്ല. എച്ചുകളുടെ വോട്ടാണ് ഈ പ്രതിപക്ഷം വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം ഇനി 5 വർഷം പാർലമെന്റിൽ കാണിക്കാൻ പോകുന്നത് പക്ക എച്ചിത്തരം തന്നെ ആയിരിക്കും. അതായിരിക്കും ഇനി രാജ്യം കാണാൻ പോകുന്ന അടുത്ത ദുരന്തം. അപ്പൊ ഇതിനെ പൊളിറ്റിക്കൽ വില്ലോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം എച്ചിയാക്കും. അത് തടയാനുള്ള നടപടി ഉണ്ടാകണം. ഓക്കെ, ശരി. നമുക്ക് രാജ്യത്ത് ഒരു എച്ച് ഗവൺമെന്റ് വരാതിരിക്കട്ടെ, നമുക്ക് ആശംസിക്കാം. യെസ്, 2029 ഇപ്പോഴത്തെ പ്രതിപക്ഷം ആയിട്ട് തിരിച്ചു കയറാണ്ടിരുന്നാൽ മതി, വരാണ്ടിരിക്കട്ടെ എന്നുള്ളതാണ്. ദേശാഭിമാനികളുടെ ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിക്കേണ്ടത്.
ഓക്കെ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.